എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതൊരു ഒഴിച്ചുകറിയാണ്. പുളി ചട്നി എന്നാണ് പറയുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ല ഒരു ഒഴിച്ചുകറിയാണ്. വീഡിയോ മുഴുവനായും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇതൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുളിച്ചട്നി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാളൻപുളിയാണ്. വാളൻപുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം പുളി ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്ര എടുക്കുക. അത് എന്ന് വെച്ചാൽ പുളി ഉള്ള ഒരു കറിയാണ്. അപ്പോൾ പുളി ഇത്തിരി കൂടുതൽ തന്നെ നിൽക്കണം. പിന്നെ മുളക് പൊടി, അതും നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണല്ലോ, അപ്പോൾ പുളിയും എരിവും ഒക്കെ നല്ലോണം വേണം. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ പാത്രത്തിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. പിന്നെ വാളൻപുളിയുടെ ആ ഞെട്ടോ നാരോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുരു ഉണ്ടാവും, അതെല്ലാം കളഞ്ഞിട്ട് എടുക്കുക. അതെല്ലാം ഇങ്ങനെ ചെറിയ പീസായിട്ടിടുക, എന്നാലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കുക നല്ലത് കേട്ടോ. അപ്പോൾ ഇത് കടുകും മുളകും വേപ്പിലയും കൂടി വറുത്ത് എടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചേരുവയും കൂടി വേണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. പപ്പടമാണ് ഇത്. ഞാൻ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടമാണ്. കാച്ചാത്ത പപ്പടമാണെങ്കിൽ നമ്മൾ കടുകും മുളകും വേപ്പിലയും കൂടി വറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആ പപ്പടം കീറിയിട്ട് ചെറിയ പീസായിട്ട് കീറിയിട്ടിട്ട് വറുത്തെടുക്കുക. ഇതിപ്പോൾ കാച്ചിയതായതുകൊണ്ട് അത് തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുവന്ന മുളകും വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴും ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടുകും മുളകും ഒക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കരുത്. ഇത്തിരി വെള്ളമൊഴിച്ച് ആദ്യം ആ ചൂടൊന്ന് ഇതാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അരപ്പ് ഒഴിക്കാനായിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് കൈയും കൊണ്ട് ചെല്ലുമ്പോൾ അത് ആ വെള്ളം, അതിൽ നിന്നുള്ള വെള്ളം വീണിട്ട് ചിലപ്പോൾ ആവി വന്ന് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അരപ്പ് ചേർക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ, അതായത് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ച് കൂട്ടാൻ ആയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് പാകത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇത്രയും ലൂസായിട്ട് തന്നെ എടുക്കുക. എന്നാലേ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാകത്തിനായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനാക്കി എടുക്കണം, എന്നാലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ കറി മാത്രമായിട്ട് ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. അത് പുളിയും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പുളിയും എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് പപ്പടം പൊട്ടിച്ചിട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ മാതിരി കാച്ചാത്ത പപ്പടമാണെങ്കിൽ നമ്മൾ ആദ്യം കടുക് വറുത്ത് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് തന്നെ ഇട്ട് അപ്പോൾ തന്നെ വറുത്തെടുക്കണം. വറുത്ത് കോരണ്ട, അതിൽ തന്നെ ഇടുക. എന്നിട്ട് അതിൽ വെള്ളമൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് സാമ്പാറിൻ്റെയൊക്കെ പോലെ നന്നായിട്ട് തിളച്ച് മറിയേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യാം. എന്നാൽ ചട്നിക്കൊക്കെ എടുക്കുന്ന മാതിരി പതഞ്ഞ് വരുമ്പോഴല്ല, അതിലും കുറച്ചുകൂടി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും തിളച്ചാൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പപ്പടം ഇത്രയും വലിയ പീസായിട്ട് ഇടണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ടാൽ മതി. കാച്ചിയ പപ്പടമാണെങ്കിലും കാച്ചാത്തതാണെങ്കിലും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ